നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അന്നപൂരണി സിനിമ വിവാദത്തിൽ മാപ്പ് പറഞ്ഞ തെന്നിന്ത്യൻ നായിക നയൻതാര. ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിലൂടെയാണ് മാപ്പ് അപേക്ഷയുമായി നയൻതാര രംഗത്തേക്കെത്തിയത്. ജയ് ശ്രീറാം തലക്കെട്ടിൽ നൽകിയ കത്ത് പോസ്റ്റ് ചെയ്താണ് നയൻതാര വിവാദത്തിൽ ക്ഷമ ചോദിക്കുന്നത്. ഓം ചിഹ്നമുള്ള ലെറ്റർ പാഡിലാണ് മാപ്പ് പറയുന്നത്. സിനിമയിലൂടെ ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് നയൻതാര പറഞ്ഞത്. അന്നപൂരണിയിലൂടെ ഒരു നല്ല സന്ദേശം നൽകുവാനാണ് താൻ ശ്രമിച്ചത്. സെൻസർ ചെയ്യപ്പെട്ട മുൻപ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സിനിമ OTTയിൽ നിന്നും ഒഴിവാക്കുമെന്നും പ്രതീക്ഷിച്ചില്ല. ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുത്താൻ താനോ തന്റെ ടീമോ ശ്രമിച്ചിട്ടില്ല എന്നും നയൻതാര പറഞ്ഞു. നയൻതാരക്കെതിരെ ചില സംസ്ഥാനങ്ങളിൽ കേസ് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മാപ്പ് പറയുന്നത്. പ്രശ്നത്തിന്റെ വ്യാപ്തി എനിക്കറിയാം. ദൈവത്തിൽ വിശ്വസിക്കുന്നയാളും നിരന്തരമായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന വ്യക്തിയുമാണ് താൻ. ആരുടെയെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണെന്നും നയൻതാര പറഞ്ഞു. അന്നപൂരണി സിനിമയിലൂടെ ആളുകളെ പ്രചോദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടത്. തന്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിന്റെ ലക്ഷ്യം ആളുകളിൽ പോസിറ്റീവ് ചിന്തയുണ്ടാക്കുക എന്നതാണെന്നും നയൻതാര കൂട്ടിച്ചേർത്തു. ഇനി പ്രധാനമായും ഉയരുന്ന ചോദ്യം നടിക്കെതിരായ കേസുകൾ എന്താകും എന്നതാണ്. വിവാദങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായ സി സ്റ്റുഡിയോ ക്ഷമാപണം നടത്തുകയും നെറ്റ്ഫ്ലിക്സ് അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും സിനിമ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അന്നപൂർണി ദി ഗോഡ് ഓഫ് ഫുഡ് എന്ന തമിഴ് സിനിമ ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന പരാതിയിൽ മുംബൈ പോലീസാണ് കേസെടുത്തത്. നയൻതാര, സിനിമയുടെ സംവിധായകൻ നീലേഷ് കൃഷ്ണ, നായകൻ ജയ് എന്നിവരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പേരിലായിരുന്നു കേസ്. ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദുമതത്തെ അവഹേളിക്കുന്നതുമാണ് സിനിമ എന്ന് കാണിച്ച രമേശ് സോളങ്കിയാണ് മുംബൈ LT മാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ക്ഷേത്ര പൂജാരിയുടെ മകൾ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതും ബിരിയാണി വെക്കുന്നതുമായ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട്. ശ്രീരാമനും സീതയും മാംസഭക്ഷണം കഴിച്ചിരുന്നുവെന്ന് സിനിമയിലെ നായകൻ പറയുന്നു. പൂജാരിമാരുടെ കുടുംബത്തിലെ പെൺകുട്ടിയെ പ്രേമിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരനെയാണ്. ഇവയെല്ലാം ഹിന്ദു മതവിശ്വാസങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നാണ് സോളങ്കിയുടെ ആരോപണം. സിനിമയിലെ ഒരു രംഗത്തിൽ പാചക മത്സരത്തിന് മുൻപ് സ്കാർഫ് കൊണ്ട് തലമറച്ച ഇസ്ലാമിക വിധി പ്രകാരം നമസ്കരിക്കുന്നുണ്ടെന്നും പാചകം ചെയ്യുന്നതിന് മുൻപ് നമസ്കരിക്കുമ്പോൾ തന്റെ ബിരിയാണിക്ക് അസാധാരണമായ രുചി ഉണ്ടാകുന്നു എന്നും കോളേജിലെ ഒരു സുഹൃത്ത് നയൻതാരയുടെ കഥാപാത്രത്തിനോട് പറയുന്ന രംഗമുണ്ടെന്നും ഹിന്ദു IT സെൽ ആരോപിച്ചിരുന്നു. ഈ രംഗങ്ങളെല്ലാം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് ആരോപണം. ഷെഫ് മോഹവുമായി നടക്കുന്ന ക്ഷേത്ര പൂജാരിയുടെ മകളുടെ റോളിലാണ് നയൻതാര കഥയിൽ എത്തുന്നത്. നോൺവെജ് ഭക്ഷണങ്ങൾ ഉൾപ്പെടെ പാചകം ചെയ്യുന്ന നടി സ്വപ്നയാത്രയ്ക്കിടയിൽ ഒരുപാട് വെല്ലുവിളികളും ഭീഷണികളും നേരിടുന്നുണ്ട്. ഒരു പാചക മത്സരത്തിന് മുൻപ് തലമറച്ച നടി നമസ്കരിക്കുന്ന രംഗവും ചിത്രത്തിലുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു IT സെൽ ഉൾപ്പെടെ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയത്. ഭക്ഷണത്തെയും പാചകത്തെയും ഇതിവൃത്തമാക്കിക്കൊണ്ട് അന്നപൂരണി ദി ഗോഡ് ഓഫ് ഫുഡ് എന്ന ചിത്രത്തിലൂടെയാണ് നീലേഷ് കൃഷ്ണ ആദ്യമായി സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നതും എന്ന പ്രത്യേകതയുണ്ടായിരുന്നു. കോമഡി എന്റർടൈനർ പശ്ചാത്തലമുള്ള സിനിമ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചെന്നൈയിലും തിരുച്ചിയിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കോമഡി എന്റർടൈനർ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ചെന്നൈയിലും തിരുച്ചിയിലുമായിരുന്നു ചിത്രീകരണം നടന്നത്. തമൻ S സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രം കൂടിയാണിത്. തിരുച്ചിയിലെ ശ്രീരംഗത്തെ യാഥാസ്ഥിക കുടുംബത്തിൽ നിന്നുമുള്ള നയൻതാരയുടെ കഥയാണ് ചിത്രം പറയുന്നത്. സിനിമയിൽ ഉടനീളം ഒരു പ്രൊഫഷണൽ ഷെഫ് ആകാനുള്ള അവളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനുള്ള കഥാപാത്രത്തിന്റെ യാത്രയാണ് അവതരിപ്പിക്കുന്നത്. ആഗ്രഹം സാക്ഷാത്കരിക്കാൻ തടസ്സങ്ങളിൽ നിന്നും അവൾ എങ്ങനെ മറികടക്കുന്നു എന്നും സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. നയൻതാരയെ കൂടാതെ 2013 അറ്റ്ലി സംവിധാനം ചെയ്ത രാജാ റാണി എന്ന ചിത്രത്തിന് ശേഷം നയൻതാര ജയ് ജോഡി വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ഈ പാചക കഥയിൽ ഒരു അയ്യങ്കാർ കുടുംബത്തിൽ താമസിക്കുന്ന അന്നപൂരണി എന്ന നയൻതാരയുടെ കഥാപാത്രം പാർവതി ദേവിയുടെ പ്രകടനത്തെ പ്രതീകപ്പെടുത്തുന്നു. ഒരു പരമ്പരാഗത കുടുംബത്തിൽ പെട്ടതാണെങ്കിലും സ്വഭാവം മാനദണ്ഡങ്ങളെ ധരിക്കുന്നു, ഉൾക്കൊള്ളുന്നതിനെ പ്രതിനിധീകരിക്കുന്നു, യാഥാസ്ഥികതയിൽ നിന്നും മുക്തമാകുന്നു. അന്നപൂരണിയുടെ ഭക്തി ഭക്ഷണത്തിലാണ്. അവളുടെ അതുല്യവും അതിരുകൾ വിരുദ്ധവുമായ വീക്ഷണത്തിന് ഊന്നൽ നൽകുന്നു. നയൻതാരയുടെ 75ാം ചിത്രം കൂടിയായിരുന്നു ഇത്. ഈ മാപ്പ് പറച്ചിലൂടെ വിവാദങ്ങൾ കെട്ടടങ്ങുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇനി ആളിക്കത്തുമോ എന്ന് നമുക്ക് കണ്ടറിയാം.